ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 92 സീറ്റുകളിൽ വിന്നിംഗ് പൊട്ടൻഷ്യൽ ഉള്ള നിയോജകമണ്ഡലങ്ങളാണ്. അതിൽ മികച്ച സ്ഥാനാർത്ഥിമാരെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബി ജെ പിക്ക് ചെയ്യേണ്ട കാര്യം. നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ 47 പേരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് വരെ ചരിത്രത്തിൽ ഇല്ലാത്ത വലിയ മുന്നേറ്റം ബി ജെ പി കേരളത്തിലുണ്ടാവും. പാലായെ സംബന്ധിച്ച് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്ത ജോലിയിലാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി വളരെ കൃത്യമായി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിക്കുകയും എന്താണ് ബി ജെ പിയുടെ പ്രസക്തി എന്നും മാത്രമല്ല എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കേണ്ട ആവശ്യകത എന്താണെന്നും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്, എൻ ഡി എക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ആന്റി ഇൻക്യുബൻസി ഫാക്ടർ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥിമാരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിടത്ത് ഞങ്ങൾക്ക് വിജയം ഉണ്ടായി, അക്കാര്യം സംശയമില്ല. പക്ഷേ പാലായെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഞ്ചായത്ത് ഇലക്ഷന് ശേഷവും ഈ കഴിഞ്ഞ 2 മാസക്കാലത്തിനിടയിൽ ഞങ്ങൾക്ക് തിരിച്ചടികളുണ്ടായ സ്ഥലങ്ങളിൽ പോലും വളരെ കൃത്യമായ പ്രവർത്തനം നടത്തി. ഇന്ന് പാലാ നിയോജകമണ്ഡലം 217 ബൂത്തുകളാണ്. 217 ബൂത്തുകളിലും വളരെ കൃത്യമായ സംവിധാനം ബി ജെ പിക്കുണ്ട്. പാലാ എന്ന് പറയുന്ന പാലയുടെ ഒരു പൊട്ടൻഷ്യൽ ഒത്തിരി വലുതാണ്. കാർഷിക മേഖലയിൽ, ടൂറിസം മേഖലയിൽ, ആരോഗ്യരംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ഇത് എല്ലാ കാര്യങ്ങളിലും പാലായ്ക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ്. പാലായ്ക്ക് നിരവധി വികസന സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പാലായെ ഒരു നോളജ് സിറ്റിയായി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിറ്റിയായി നമുക്ക് മാറ്റാൻ കഴിയണം. കൊച്ചിയുടെ ഒരു ഉപകരണ നഗരമായ പാലായ്ക്ക് കൊച്ചി പാലായെ കണക്ട് ചെയ്യുന്ന നല്ല റോഡ് പോലും ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഭാരത്മാല പദ്ധതി ഉൾപ്പെടെ നമ്മുടെ തീരദേശ മേഖലയും മലയോര മേഖലയും ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ പാലാ വഴി കടന്നു പോകുന്ന ദേശീയപാതകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിന് പാലായുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ കടന്നു പോകണം. പാലായിൽ നിന്നുള്ള എല്ലാ പ്രദേശത്തോടുള്ള ഗതാഗത സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയണം. പാലായുടെ കാർഷിക മേഖല ഇതുപോലെ അനുഗ്രഹീതമായൊരു നാടുണ്ടോ? 9 മാസം മഴയും ഇത്രയും നല്ല കാലാവസ്ഥയുള്ള മറ്റൊരു നാടില്ല. പക്ഷെ അതിനെ പ്രയോജനപ്പെടുത്താൻ കാർഷിക മേഖല പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാർഷിക വിളകളുടെ വിലത്തകർച്ച ഇവിടുത്തെ ഒരു വലിയ ജനറേഷനെ മൈഗ്രേഷന് പ്രേരിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു പലായനം തന്നെ നടക്കുന്നു, അതിനൊരു സംശയമില്ല. അപ്പൊ അതിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറഞ്ഞാൽ റോഡും പാലം മാത്രമല്ല, അതിനപ്പുറം ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ്റെയും വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെ കാർഷിക മേഖലയിലെ വിലത്തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബി ജെ പിയുടെ ചർച്ചയാവും. അത്തരം വിഷയങ്ങൾ ബി ജെ പി ഏറ്റെടുക്കും. ബി ജെ പിയുടെ ജയിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ അഡ്രസ് ചെയ്യും. കർഷക സമൂഹത്തോട് അടിസ്ഥാനപരമായ ഇടതുപക്ഷത്തിന്റെ ചിന്താഗതി ഇതാണ്. ഇതിനു മുമ്പ് ഈ റബ്ബറിന്റെ അടിസ്ഥാനപരമായ വിലത്തകർച്ചയ്ക്ക് കാരണം ആരാ? അത് ആസിയാൻ കരാറിലും ഘാട്ട് കരാറിലും ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിനെ അനിയന്ത്രിതമായി അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആ ഇമ്പോർട്ടിനെ ഒത്താശ ചെയ്ത് കൊടുത്താണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിലും ഇവിടെ വളരെ കൃത്യമായി 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു പത്രിക എന്നതിനപ്പുറത്തേക്ക് പ്രകടന പത്രികയ്ക്ക് ഈ നാട്ടിലൊരു നിലയം വില ഉണ്ടായിരുന്നു. അത് കേരള കോൺഗ്രസും CPM-ഉം കോൺഗ്രസും എല്ലാം കൂടെ പ്രകടന പത്രിക എന്ന് പറയുന്ന സാധനത്തിന്റെ വില ഈ നാട്ടിൽ നഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രകടന പത്രിക അടുത്ത 5 വർഷക്കാലം തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യുമെന്നൊരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ആ പ്രകടന പത്രികയിലെ 80% കാര്യങ്ങളും പാലിക്കാതെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പിന്നെ എന്തിനാ പ്രകടന പത്രിക? ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഈ പ്രഹസനം നിർത്തിവെക്കണം. BJP ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് വായിക്കണം. എന്നിട്ട് അത് വായിച്ചിട്ട് അത് കൊള്ളാമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്താൽ മതി. ആ പറയുന്ന കാര്യങ്ങൾ 100% നടപ്പിലാക്കാമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു പ്രകടന പത്രികയാണ്. അപ്പോൾ കേരളത്തിന്റെ കടക്കണിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ലോട്ടറിയും മദ്യവും മാത്രം വരുമാനമുള്ള സംസ്ഥാനത്തെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള സമഗ്രമായ പദ്ധതികളാണ് BJP അതുപോലെ NDA ഈ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസിന്റെ നിലനിർപ്പ് എന്നാണ് മാണി സാർ ഉള്ള കാലം പോലെ പറഞ്ഞത്. ഞാൻ ആ അധ്വാനവർഗ സിദ്ധാന്തം ലോക യുവജന സമ്മേളനത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയി അവതരിപ്പിച്ച ആളാണ്. ആ അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് തന്നെ ലോകത്തിൽ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരേ ഒരു ഇസമേ ഉള്ളൂ, അത് കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സാറിന്റെ അധ്വാനവർഗ സിദ്ധാന്തം തുടങ്ങുന്നത്. മാത്രമല്ല
ഇവിടെ EWSന്റെ എടുത്തു എടുത്ത് പരിശോധിച്ചാൽ അവിടെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം 2 ഏക്കറിൽ കൂടുതലുള്ളവരെല്ലാം മുതലാളിമാരായിട്ട് വെച്ചേക്കുന്നത്. 2 ഏക്കറിൽ ഇന്ന് 5 ഏക്കർ വസ്തുവുള്ള ഒരു സാധാരണ റബ്ബർ കർഷകൻ പോലും ഇന്ന് സർക്കാർ ഓഫീസിലെ പ്യൂണിന്റെ ശമ്പളത്തിന്റെ പകുതി പോലും വരുമാനമില്ലാത്തവരാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ കർഷകനെയും കർഷക സമൂഹത്തെയും ബൂർഷ്വ എന്ന ഹെഡിൽ തന്നെയാണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കരുതുന്നത്. അവർക്ക് അങ്ങനെ കരുതാനേ പറ്റൂ, അവർ പഠിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാലായിലെ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ബോധ്യമുള്ള ഒരു സമൂഹമാണ്. ഇവിടെ രാഷ്ട്രീയ അടിമത്തമുള്ള ഒരു സമൂഹമല്ല പാലായിലുള്ളത്. പാലായിലെ ജനങ്ങൾ എല്ലാ കാലത്തും 22 വർഷങ്ങൾക്ക് മുമ്പ് NDAയുടെ സ്ഥാനാർത്ഥിയെ 10,000 വോട്ട് ഭൂരിപക്ഷം കൊടുത്ത നിയോജകമണ്ഡലമാണ് പാല. അപ്പൊ പാലായ്ക്ക് മാറി ചിന്തിക്കാനും അവർക്ക് വേണ്ട ആളുകളെ തെരഞ്ഞെടുക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു ജനതയാണ് പാലായിലുള്ളത്. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതിലുപരി കഴിഞ്ഞ 25 എനിക്ക് 43 വയസ്സാണുള്ളത്. കഴിഞ്ഞ 25 വർഷക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ പാലാക്കാർക്കറിയാം. എനിക്ക് പാലാക്കാരെ നല്ല വിശ്വാസമാണ്, ജനങ്ങളുള്ള വിശ്വാസമാണ് എന്നെ ഓരോ ദിവസവും മുമ്പോട്ട് നയിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ കാലത്തും പാലായോടൊപ്പം ഞാനുണ്ടാകും. പാലായുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളും ഞാനുണ്ടാകും. നല്ലൊരു ഭൂരിപക്ഷത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ താമര അടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.